ഇന്ന് നമ്മൾ പറയുന്നത് അടുക്കളയിൽ എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. അടുക്കളയിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വമ്പൻ നഷ്ടവും വമ്പൻ പ്രയാസങ്ങളുമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ശ്രദ്ധിച്ചാൽ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, എന്തൊക്കെയാണ് നേട്ടങ്ങൾ, എല്ലാം വിശദമായി നമുക്ക് കേൾക്കാം. നമുക്കെല്ലാവർക്കും ആരോഗ്യം വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു. രോഗം വന്നാൽ മരുന്ന് കഴിക്കുന്നു. എന്തിനാ? ആരോഗ്യത്തിന് വേണ്ടി. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്തിനാ? ആരോഗ്യത്തിന് വേണ്ടി. നല്ല ഭക്ഷണം കഴിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇന്ന് പറയാൻ പോകുന്ന ഒരു ദുആ, നമുക്ക് ആരോഗ്യം കിട്ടാൻ അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ചെറിയ ഒരു ദുആയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഈ ദുആ നിത്യമായി നമ്മൾ പറയുക. ഏതാണ് ആ ദുആ? എന്താണ് അതിൻ്റെ അർത്ഥം? വിശദമായി കേൾക്കാം. ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി ഇനിയും ഫ്രിഡ്ജിലുള്ള ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അവരോടൊരു കാര്യം കൂടി ഉണർത്താനുണ്ട്. അടുക്കളയിൽ ഓതേണ്ട സൂറത്ത് ഏത്? പല ഉമ്മമാർക്കും അറിയാത്ത പുതിയ ഒരു അറിവാണ് ഇനി പറയാൻ പോകുന്നത്. അടുക്കളയിൽ ഉമ്മമാർ ഓതേണ്ട ഒരു ചെറിയ സൂറത്ത്. ആ സൂറത്ത് ഓതിയാൽ 2 നേട്ടമുണ്ട്. ഏതാണ് ആ സൂറത്ത്? എന്തൊക്കെയാണ് ആ 2 നേട്ടങ്ങൾ? വിശദമായി കേൾക്കുക ഈ വീഡിയോയിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് അടുക്കളയിൽ ഭൂരിഭാഗം വീടുകളിലും ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്, ഉമ്മമാരാണ്, നമ്മുടെ ഭാര്യമാരാണ്. അപ്പോൾ അവരുടെ കൈ അബദ്ധത്താൽ ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഉമ്മമാർ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. 2 കാര്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് പ്രധാനമായും വേണ്ടത്. ഒന്ന് അവൻ്റെ ഈമാനാണ്, വിശ്വാസമാണ്. രണ്ടാമത്തേത് ആഫിയത്താണ്, ആരോഗ്യമാണ്. ആദ്യം തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ദുആ ഞാൻ പഠിപ്പിച്ച് നൽകാം. നമുക്കെല്ലാവർക്കും വലിയ ആരോഗ്യം ഉണ്ടാവണം. അത് നിത്യമായി കിട്ടണം. ആരോഗ്യം ക്ഷയിച്ചു പോവാൻ പാടില്ല. ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടാനും പാടില്ല. നമുക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ, നമ്മുടെ കുടുംബത്തെ പോറ്റാനും നമുക്ക് സമ്പത്തുണ്ടാക്കുവാനും നമുക്ക് കച്ചവടം ചെയ്യാനും ബിസിനസ് ചെയ്യാനും യാത്രകൾ ചെയ്യാനും നമുക്ക് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഹജ്ജിന് പോവാനും എല്ലാത്തിനും എന്ത് വേണം? നമുക്ക് ആരോഗ്യം വേണം. ഒരുപാട് സമ്പത്തുണ്ട് എന്ന് വെച്ച് ആരോഗ്യമില്ല എങ്കിൽ അവൻ്റെ ജീവിതം വലിയ പ്രയാസത്തിലായിരിക്കും. ഒരാൾക്ക് സമ്പത്തോ പൈസയോ ഒന്നുമില്ല, പക്ഷെ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അവനിക്ക് ആ ആരോഗ്യം കൊണ്ട് അവൻ തൊഴിലെടുത്ത് അവനിക്ക് സമ്പാദ്യം ഉണ്ടാക്കാം. ഇനി ഒരുപാട് പൈസ ഉള്ള ഒരു മനുഷ്യൻ അവൻ കിടന്ന കിടപ്പിൽ തന്നെ കഴിയുകയാണെങ്കിൽ ആ പൈസ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ ഇയാളുടെ ജീവിതത്തിൽ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും, ആസ്വദിക്കാൻ അയാൾക്ക് പറ്റുകയില്ല. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദുആ. എന്താണ് ആ ദുആ? ആദ്യം തന്നെ പറയട്ടെ, ഈ ദുആ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇന്ന് തന്നെ പഠിച്ചു വെക്കുകയും അത് എഴുതി ഒരു ഡയറിയിലോ അല്ലെങ്കിൽ അതൊരു പേപ്പറിലോ നിങ്ങളുടെ നോട്ട് ബുക്കിലോ എഴുതി വെക്കുക. പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട ഒരു ദുആയാണ്, എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഉസ്താദ്, ഇത് വലിയ ദുആയാണല്ലോ. വലിയ ദുആയൊന്നുമല്ല. ഇത് പറഞ്ഞ് നമുക്ക് ഇത് നാവിൻ തുമ്പിൽ ഇങ്ങനെ എപ്പോഴും വരുന്നൊരു ദുആയാണ്. ഇത് പറഞ്ഞ് ശീലിക്കാത്തത് കൊണ്ടാണ്. ആദ്യമായി കേൾക്കുമ്പോൾ പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇതൊരു വലിയ ദുആയായിട്ട് തോന്നുമെങ്കിലും ചെറിയൊരു ദുആയാണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ
വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുക. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അൽ ഹുദാ ഹുദ ചോദിക്കുകയാണ് അല്ലാഹുവേ സന്മാർഗം ചോദിക്കുന്നു. വത്തുഖാ തഖ്വ ചോദിക്കുകയാണ്. വൽ അഫാഫ പവിത്രതയെ ചോദിക്കുകയാണ്. വൽ ഗിനാ അല്ലാഹുവേ സമ്പന്നതയെ ചോദിക്കുകയാണ്. റഹ്മാനെ ഇതെല്ലാം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ സന്മാർഗം ചോദിക്കുന്നു, തഖ്വ ചോദിക്കുന്നു, അതുപോലെ പവിത്രത. അൽ അഫാഫ്, അഫാഫിന് രണ്ടർത്ഥമുണ്ട്. പവിത്രത എന്നും അർത്ഥം വെക്കാം, ആരോഗ്യം എന്നും അർത്ഥം വെക്കാം. ആരോഗ്യമുണ്ട്, നമ്മുടെ മക്കൾക്ക് ആരോഗ്യം വേണം, നമ്മുടെ ഭാര്യയ്ക്ക് ആരോഗ്യം വേണം, നമ്മുടെ ഭർത്താവിന് ആരോഗ്യം വേണം. അപ്പോൾ ഈ ആരോഗ്യ സംരക്ഷണം ഒരു മുസ്ലിമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യമായ പങ്ക് നമ്മൾ വഹിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അടുക്കളയിൽ നിന്നാണ് നല്ല ആരോഗ്യമുണ്ടാവേണ്ടത്. കാരണം ഈ അടുക്കളയിലാണല്ലോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ആരോഗ്യമുണ്ടാകുന്നത്. നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ല ഗുണമുള്ള ഭക്ഷണം കഴിച്ചാലാണ് നല്ല ആരോഗ്യമുണ്ടാവുക. ഒന്നുകൂടി പറയാം, ചെറിയൊരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. അപ്പം അതുകൊണ്ട് അടുക്കളയിൽ പെരുമാറുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരിമാർ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണർത്താനുണ്ട്. അതിനു മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഹത്തു വൽ ഫറാഗ്. പല ആളുകളും മൈൻഡ് ചെയ്യാത്ത 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് ഒഴിവ് സമയം, രണ്ടാമത്തേത് ആരോഗ്യം. ആരോഗ്യ സമയത്ത് എന്തും വലിച്ചു വാരി കഴിക്കും. അവസാനം രോഗിയായി കഴിയുമ്പോഴാണ് നമുക്ക് വലിയ പ്രയാസങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാവുക. സാധാരണ നമുക്ക് ഭക്ഷണം കിട്ടിയാൽ ഏത് ഭക്ഷണം നമ്മൾ കഴിക്കുമല്ലോ, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹലാലായ ഏത് ഭക്ഷണവും കഴിക്കാം. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. കാവോ പിയോ ഇസ്റാഫ് മത്കരോ, അതായത് എന്ത് വേണമെങ്കിലും കഴിക്കാം, ഹലാലായത് എന്തും കഴിക്കാം. പക്ഷേ ഇസ്റാഫ്, അമിതവ്യയം പാടില്ല. ഇപ്പോൾ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞ്, ഹജ്ജ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അവസരത്തിൽ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ എന്തുണ്ട്? ഇറച്ചി ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ ഇരിപ്പുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് ഇറച്ചി കിട്ടിയ ഒരുപാട് വീടുകളുണ്ടാകും. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് തന്നെ 10-12 കിലോ കിട്ടിയ ഒരുപാട് വീടുകളുണ്ട്, പള്ളികളിൽ നിന്ന് തന്നെ. പിന്നെ അതല്ലാതെ അയൽപക്കത്തെ വീടിൽ നിന്നും ബന്ധുമിത്രാദിയ വീടുകളിൽ നിന്നൊക്കെ എല്ലാം കൂടി ഒരു 10-25 കിലോ ഇറച്ചി കിട്ടിയ എത്രയോ വീടുകളുണ്ട്. ചിലപ്പോൾ 2 കിലോ കിട്ടിയ വീടുകളുണ്ടാകും. അവരുടെയൊക്കെ ഇറച്ചി തീർന്നിട്ടുണ്ടാകും. പക്ഷേ ഈ ഇറച്ചി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഉമ്മമാരെ, അമിതമായി കൊഴുപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ പാടില്ല. അമിതമായി എണ്ണ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ പാടില്ല. അമിതമായ ഉപ്പ്, അമിതമായ മധുരം, ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ മാറാവ്യാധികളിൽ ഉൾപ്പെടുത്തുന്ന, തീരാ രോഗികളിൽ കൊണ്ടുപോകുന്ന 4 കാര്യങ്ങളാണ് അമിതമായ കൊഴുപ്പ്, അമിതമായ എണ്ണ, അമിതമായ ഉപ്പ്, അമിതമായ മധുരം. ഈ പറയപ്പെട്ട സാധനങ്ങൾ ഭൂരിഭാഗവും നമ്മുടെ അടുക്കളകളിൽ നിന്നാണ് നമ്മുടെ തീന്മേശയിലേക്ക് പോകുന്നത്. പഞ്ചസാര അല്ലേ, ഏറ്റവും വലിയ വിഷമെന്നാണ് പഞ്ചസാരയെ പറ്റി പറയുന്നത്. വെളുത്ത വിഷമെന്നാണ്, വെളുത്ത പോയിസനാണ്. എന്ത്? പഞ്ചസാര. പഞ്ചസാര ഇല്ലാതെ നമുക്കിന്ന് ഒരു ഭക്ഷണവുമില്ല. ഏത് ഭക്ഷണം എടുത്താലും അത് ഡ്രിങ്ക്സ് ആവട്ടെ, ഡ്രിങ്ക്സിലൊക്കെ എത്രയോ പഞ്ചസാര നമ്മൾ ഇടുന്നത്, എത്രയോ പഞ്ചസാര. ഒരു സ്പൂൺ പഞ്ചസാരയിൽ വലിയ വിഷമുണ്ട്. എങ്ങനെ? ഇപ്പോൾ ഈ ഒരു അടുത്തൊരു പരീക്ഷണം നടന്നു, ഒരു പഠനം നടന്നു. എലികളിൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കൊടുത്തു, കുറച്ച് എലികളിൽ പഞ്ചസാര ഇല്ലാത്ത ഭക്ഷണം കൊടുത്തു. ഇത് പരിശോധിച്ച് ഏകദേശം 1-2 മാസം ഇതിങ്ങനെ തുടർച്ചയായി കൊടുത്ത് ഈ പഞ്ചസാര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചിരുന്ന എലികൾ ചത്തുപോവുക മാത്രമല്ല, അതിൽ പരിശോധിച്ചപ്പോൾ അവകൾ ചത്തത് അവയുടെ എല്ലുകൾ നുരുമ്പിയാണ് ചത്തതെന്നാണ്. എല്ലുകൾ നുരുമ്പി ചത്തുന്നാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഈ പഞ്ചസാര, അത് ചായയിൽ അല്പം പഞ്ചസാരയല്ലല്ലോ ഇപ്പെടുന്നത്. പണ്ടുള്ള ആളുകൾക്ക് എന്താ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിരുന്നത്.
ഒന്നാമത് അവർ കുറച്ചേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ, മാത്രമല്ല അതിനനുസരിച്ചുള്ള ജോലിയും അവർ ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ ജോലി കുറവാണ്, പക്ഷേ പഞ്ചസാര അധികമായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പും അധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, മക്കളെ നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം, അമിതമായി മധുരം കൊടുത്ത് ശീലിപ്പിക്കരുത്. അത് നമ്മുടെ മിഠായികളാണെങ്കിലും മധുര പലഹാരങ്ങൾ, ലഡു, ജിലേബി, അല്ലേ? എൻ്റെ ഉമ്മമാരെ നമ്മൾ പറയുന്ന ഒരു വാക്ക് ഇനി മേലെ മക്കളോട് പറയരുത്. എന്ത്? നിങ്ങൾ കഴിക്കേണ്ട പ്രായമാ. അത് കേട്ട് മക്കൾ കഴിക്കും. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, കഴിക്കേണ്ട പ്രായമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പല സൈഡ് എഫക്റ്റും ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിക്കേണ്ട പ്രായത്തിലൊക്കെ കുറച്ച് കഴിക്കാം, എങ്കിൽ നമുക്ക് ആയുസ് കഴിയും വരെ, നമുക്ക് ആയുസ് എത്ര കിട്ടുന്നു അത്രയും വരെ കഴിക്കാം. കഴിക്കേണ്ട പ്രായത്തിൽ ഒരുപാട് അമിതമായി കഴിച്ചാൽ പിന്നെയുള്ള കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റൂല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടികളിൽ തന്നെ കൊളസ്ട്രോൾ അധികരിക്കുന്നു. ഇന്നത്തെ കാലത്ത് വലിയ ഷുഗർ രോഗികളായി മാറുന്നു. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടിയുടെ കാല് മുറിച്ചു മാറ്റി. എന്തേ കാരണം? അവൻ അമിതമായി ഈ പഞ്ചസാരയുടെ ഉപയോഗം, മധുരത്തിൻ്റെ ഉപയോഗം കൂടി അവസാനം ഷുഗർ വന്ന് കാല് മുറിച്ച വാർത്തകൾ വായിക്കുന്ന കേരളമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, അമിതമായി പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ചായയിലാവട്ടെ, മറ്റ് പലഹാരങ്ങളിലാവട്ടെ, ലഡു, ജിലേബി, അതൊക്കെ ഇങ്ങനെ ഒരുപാട് കൊടുക്കൂലേ? ഒരു ലിമിറ്റ് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വനിത തൻ്റെ കുട്ടിയുമായി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇവൻ അമിതമായി മധുരം കഴിക്കുന്നു, ഇവൻ്റെ വയറെപ്പോഴും വേദനിക്കുന്നു, കാരണം അമിതമായി മധുരം കഴിക്കുന്നതാണ്, നിങ്ങളൊന്ന് ഇവനെ ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, നീ അമിതമായി മധുരം കഴിക്കാറുണ്ടോ? ഉണ്ട് നബി, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നബി തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വാ, 2 ദിവസം കഴിഞ്ഞിട്ട് വാ. നബി തങ്ങളുടെ അടുക്കൽ നിന്നും അവർ പോയി 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, ഇപ്പോഴും നീ മധുരം കഴിക്കാറുണ്ടോ? ഉണ്ട് നബിയെ. എങ്കിൽ ഇനി മുതൽ നീ കഴിക്കാൻ പാടില്ല, കുറച്ച് മാത്രം കഴിക്കുക. നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പഞ്ചസാര അല്ലാതെ മധുരം കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നാച്ചുറൽ മധുരം ഉണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. ഈത്തപ്പഴമുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, തേനുണ്ട്, അതൊക്കെ നാച്ചുറൽ മധുരമാണ്. അതിൽ വലിയ സൈഡ് എഫക്റ്റ് കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും അമിതമായാൽ അമൃതം വിഷമാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ആ കുട്ടിയോട്, ഇനി നീ മധുരം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ സ്വഹാബി വനിത ചോദിച്ചു, നബിയെ, 2 ദിവസം മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഈ കാര്യം എന്താ എൻ്റെ മകനോട് പറയാതിരുന്നത്? ആദ്യം വന്നപ്പോൾ എന്താ നബി തങ്ങൾ പറഞ്ഞു? 2 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ്. ആദ്യം വന്നപ്പോൾ തന്നെ ഇവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ എന്താണ് നബിയെ ഉപദേശിക്കാതിരുന്നത്? ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും മധുരം അല്പം കൂടുതൽ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ മറ്റൊരാളോട് ഉപദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ സ്വഭാവം, ആ മധുരം അമിതമായി ഉപയോഗിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് ഇവനെ ഉപദേശിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? മധുരം കുറക്കുക. ഞാനിപ്പോൾ മധുരം കുറച്ചു വരികയാണ്. പല പ്രശ്നങ്ങളും ഈ അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അമിതമായ മധുരത്തിൻ്റെ ഉപയോഗമാണ്. രണ്ടാമതായി അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമാണ്. ഉപ്പ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഈഫ് ആണെങ്കിലും ചെറിയൊരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ഉപ്പ് കൊണ്ട് ഭക്ഷണം തുടങ്ങുകയും ഉപ്പ് കൊണ്ട് ഭക്ഷണം അവസാനിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ പല ആളുകളും ഇപ്പോഴും ആ സുന്നത്ത് എടുക്കാറുണ്ട്, ആ ഒരു ചര്യ പിൻപറ്റാറുണ്ട്. അതൊക്കെ ഒരു അല്പം ഉപ്പാണ് ഈ പറഞ്ഞത്. ഭക്ഷണത്തിൽ ഉപ്പില്ല എങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാൻ ഒരു രുചി ഉണ്ടാവില്ലല്ലോ. പക്ഷെ ചില വീടുകളിൽ സെപ്പറേറ്റ് ഉപ്പ് വെച്ചിരിക്കുകയാണ് ഒരു ഡപ്പിയിൽ. അതിങ്ങനെ കുടഞ്ഞിട്ട് കഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് വലിയ നമ്മുടെ ആരോഗ്യം നശിപ്പിച്ച് കളയുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമുള്ള മുഅ്മിനും ആരോഗ്യമില്ലാത്ത മുഅ്മിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരോഗ്യമുള്ള മുഅ്മിൻ അവനാണ് അല്ലാഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ്. ആരോഗ്യമുള്ള മുഅ്മിനെയാണ്. ആരോഗ്യമില്ലാത്ത ആളെ തീരെ വെറുപ്പാണെന്നല്ല പറഞ്ഞത്. ആരോഗ്യമുള്ള മുഅ്മിനാണ് അവൻ എന്ത് ചെയ്യുക? ഓടിച്ചാടി നടന്ന് അവൻ ഇബാദത്ത് എടുക്കുക. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം മധുരം കുറക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക. അതുപോലെ എണ്ണയുടെ ഉപയോഗം. ചെറിയ മുട്ട പൊരിക്കാൻ തന്നെ എത്ര എണ്ണയാ എൻ്റെ ഉമ്മമാരെ നമ്മളിൽ പല ആളുകളും ഇടുന്നത്.
അല്ലേ, പാം ഓയിൽ, അതുപോലുള്ള എണ്ണകൾ വലിയ വിഷമാണ്. ഇത് ഞാനിങ്ങനെ പറയുക മാത്രമല്ലല്ലോ, നമുക്ക് യൂട്യൂബിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ സയൻറ്റിഫിക്കലായ ഒരുപാട് വശങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. പാം ഓയിലിൽ എത്രയോ വിഷമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന, ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴും എൻ്റെ വീട്ടിലും പാചകം ചെയ്യുന്നത് ഇതുപോലുള്ള കടകളിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ അല്പമായി ഉപയോഗിക്കുക, അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ അത് അല്പം മാത്രം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോഴേ രോഗികളായി മാറും. പിന്നെ പറയാനുള്ളത് അമിതമായി കൊഴുപ്പിൻ്റെ ഉപയോഗം. ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ കണ്ടിക്കുമ്പോൾ അതിങ്ങനെ പോത്തിൻ്റെ ഇറച്ചിയൊക്കെ ഓരോ ഇറച്ചിയിലും ഇങ്ങനെ കൊഴുപ്പുണ്ടാകും, നെയ്യുണ്ടാകും. അതൊന്നും കളയില്ല. അതൊക്കെ ഇങ്ങനെ കുട്ടികൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് ഈ നെയ്യിൻ്റെ കഷ്ണം മാത്രം കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കുന്ന എത്രയോ ഉമ്മമാർ. എപ്പോഴും വയറ് ഫുള്ളാവണം, അങ്ങനെയൊന്നും ഒരു ദീനും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. വയറെപ്പോഴും ഫുള്ളായി നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അത് മോശമായ ഒരു ചര്യയാണ്. അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് ഭക്ഷണം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരെ, നമ്മൾ കാരണം നമ്മുടെ മക്കളും നമ്മുടെ വീട്ടുകാരും രോഗികളായി മാറാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ അമിതമായി ഭക്ഷണം കഴിപ്പിക്കരുത്. അമിതമായി ഭക്ഷണം ഇപ്പോഴേ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പല രോഗങ്ങൾക്കും അടിമയാകും. അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മൾ നമ്മുടെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് അവർക്കുള്ള വ്യായാമം കൊടുക്കുക, കളിക്കാൻ പറഞ്ഞു വിടുക. അതില്ലല്ലോ, കളിക്കാൻ പോകണ്ട, അങ്ങനെ മഴയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തുമെങ്കിലും ഒരുപാട് ഭക്ഷണം അവരിങ്ങനെ കഴിച്ച് എന്താവും, പല രോഗത്തിനും അടിമകളാകും. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കാൻ എൻ്റെ ഉമ്മമാര് പ്രത്യേകം തയ്യാറാവണം. മാത്രമല്ല ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അടുക്കളയിൽ 4 കാര്യങ്ങൾ എൻ്റെ ഉമ്മമാർ അടുക്കളയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ വീട്ടിൽ വലിയ ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ, ഒന്നാമതായി എപ്പോഴും നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾ മൂടിയാണ് വെക്കേണ്ടത്. പാത്രങ്ങൾ മൂടി വെക്കുക. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുക. അത് മാത്രമല്ല ഈ മൂടി വെക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് നമ്മളൊരു പാത്രം കഴുകിക്കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് കഴുകിക്കഴിഞ്ഞാൽ അത് കമിഴ്ത്തിയാണ് വെക്കേണ്ടത്. അതിങ്ങനെ പാത്രം കഴുകി ഇങ്ങനെ നേരെ വെക്കും, അങ്ങനെയല്ല. അതിലൂടെ ഒരുപാട് നമ്മൾ കാണാത്ത ജീവികൾ പോകാൻ സാധ്യതയുണ്ട്. പല്ലിയൊക്കെ തന്നെ എത്രയോ അഴുക്കുകളിൽ പോകുന്ന ജീവിയാണ്. അതുകൊണ്ട് എപ്പോഴും പാത്രങ്ങൾ കഴുകി അത് കമിഴ്ത്തി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാത്രങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുമാണ്. രണ്ടാമതായി ചെയ്യാൻ പാടില്ലാത്തത്, ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരിയിട്ട് വീടിൻ്റെ ഒരു മൂലയിൽ കൂട്ടിവെക്കുന്ന ഒരു സ്വഭാവം എല്ലാ ഉമ്മമാർക്കുമില്ല, ചില സ്ത്രീകൾക്കുണ്ട്. അത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്നും അവിടെ നിന്നൊക്കെ എല്ലാ റൂമിൽ നിന്നും അടിച്ചു വാരി അടുക്കളയുടെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കും. പിറ്റേ ദിവസവും അടിച്ചു വാരി പിന്നെ അവിടെ കൊണ്ടുവെക്കും. 3, 4, 5, 6 ഒരാഴ്ചയൊക്കെ കൂട്ടി വെച്ച് ഒന്നിച്ചതെടുത്ത് കോരിക്കളയും. അത് പാടില്ല. ദാരിദ്ര്യം വരാൻ ഇതിനേക്കാൾ വലിയ ഒരു പ്രവൃത്തി വേറെ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ മാറുന്നില്ല, പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. എന്തേ? അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അടുക്കളയിൽ നമ്മൾ ചില സുന്നത്തുകൾ നിസ്സാരപ്പെടുത്തുന്നത് കൊണ്ടാണ്. അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സുന്നത്ത് പാത്രങ്ങൾ മൂടി വെക്കുക, കമിഴ്ത്തി വെക്കുക. രണ്ടാമത്തേത് അടിച്ചു വാരിയിട്ട് മൂലയിൽ കൂട്ടി വെക്കാതിരിക്കുക. ഓരോ ദിവസവും അടിച്ചു വാരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ അതൊക്കെ ക്ലിയർ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി എൻ്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അല്പം ആദ്യം വിളമ്പുക, വേണമെങ്കിൽ രണ്ടാമത് കൊടുക്കാം. ഇതാദ്യം തന്നെ കുറേ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിളമ്പിയിട്ട് മക്കൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കഴിച്ച് ബാക്കി വെച്ചു പോകും. അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ഒരുപാട് പ്രവൃത്തി നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തും. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പ്രയാസം,
വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ബറക്കത്തില്ലായ്മ, ഒരു രോഗങ്ങൾ വിട്ടുമാറായ്മ. എന്തേ പ്രശ്നം? ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കുന്നു. അത് തന്നെയാണ് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു, അതുണ്ടാവാൻ പാടില്ല. നാലാമതായി ഉലമാക്കൾ പറഞ്ഞു തരുന്നു. എന്താ നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്? ഉള്ളിയുടെ തോല് കരിക്കാൻ പാടില്ല. ഇത് ഒരു സയൻറ്റിഫിക്കലായി നമ്മൾ നോക്കിയാൽ ഇതിലൊന്നും ഒരു പ്രയാസവും കാണുന്നില്ല. ഉള്ളിയുടെ തോല് കരിക്കുക, അതിപ്പോൾ എന്താ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് മഹാന്മാരായ ഉലമാക്കളൊക്കെ അവരുടെ കിതാബുകളിൽ ആത്മീയമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂചിപ്പിക്കുന്നതാണ്. ഉള്ളിത്തോല് കരിക്കാൻ പാടില്ല. അതെന്ത് ചെയ്യുക? അത് കരിക്കാതെ അത് വാഴച്ചൂട്ടിലോ അല്ലെങ്കിൽ ഈ നാരകത്തിൻ്റെ ചുവട്ടിലോ മറ്റ് ചെടികൾക്കൊക്കെ വളമായി ഇടുകയോ ചെയ്യലാണ് വേണ്ടത്. അത് കരിച്ച് കളയാൻ പാടില്ല. അതുപോലെ വാതിലിൻ്റെ പടിയിൽ ഇരിക്കാനോ ചാരി നിൽക്കാനോ ഇങ്ങനെ ഒരുപാട് ദാരിദ്ര്യമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അടുക്കളയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഉമ്മമാർ, പ്രത്യേകിച്ച് ഉമ്മമാർ അതുപോലെ ഉപ്പമാരും അടുക്കളയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ വിജയങ്ങളുണ്ടാകും, വമ്പൻ നേട്ടങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വലിയ ഖൈറും സലാമത്തും ബറക്കത്തും ആഫിയത്തുള്ള ആരോഗ്യവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ആരോഗ്യം കിട്ടുന്ന ദുആ മറന്നു പോവാൻ പാടില്ല. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. ആ ദുആ നമ്മൾ പഠിച്ചു വെക്കുക. രോഗികളായ ഒരുപാട് പേരുണ്ടല്ലോ, ആ രോഗികളായ ആളുകളും ഈ ദുആ ഇങ്ങനെ പതിവായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് രോഗങ്ങൾ മാറി സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറാനും എന്തെല്ലാം ദുരന്തങ്ങൾ വരാനുണ്ടോ ആ ദുരന്തങ്ങൾ തട്ടിമാറ്റാനും പറ്റിയ ഒരു സൂറത്ത് കൂടി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സൂറത്ത് നിങ്ങൾ അടുക്കളയിൽ വെച്ച് പാരായണം ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വലിയ ബറക്കത്ത് നൽകുന്നതാണ്. അടുക്കളയിൽ വെച്ച് ഓതേണ്ട സൂറത്ത്, അടുക്കളയിൽ വെച്ച് ഉമ്മമാര് ശുദ്ധിയുള്ള സമയത്ത് ഓതേണ്ട സൂറത്ത് ഏതാണ്? ആ സൂറത്ത് എന്നറിയോ? സൂറത്തുൽ ഖുറൈശ്. ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഖുറൈശ്. ഈ ചെറിയ സൂറത്ത് അടുക്കളയിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യണം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും വിഷാംശം അവൻ്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമായി പോവാനും ഈ സൂറത്തുൽ ഖുറൈശ് കാരണമാകുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ അടുക്കളയിൽ വെച്ച് ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഖുറൈശ്. ഈ സൂറത്ത് കാണാപാഠം ഉള്ളവർ ഇത് ഇനി ഓതാൻ ശ്രദ്ധിക്കുക, കാണാപാഠമില്ലാത്തവർ കാണാതെ ഇത് പഠിക്കുക. അപ്പോൾ ഈ ദുആയും ഈ സൂറത്തും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള 8 കാര്യങ്ങളാണ്. ഒന്ന്, അമിതമായ കൊഴുപ്പിൻ്റെ കാര്യം, അമിതമായി നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന കാര്യം, അമിതമായി മധുരം ഉപയോഗിക്കുക, അമിതമായി ഉപ്പ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പാത്രങ്ങൾ മൂടി വെക്കണം, അടിച്ചു വാരി അത് വീട്ടിൽ കൂട്ടി വെക്കാൻ പാടില്ല, ഭക്ഷണം അത് വേസ്റ്റാക്കാൻ പാടില്ല, ഉള്ളിത്തോല് കരിക്കാൻ പാടില്ല. 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ ഈ ദുആ നിങ്ങൾ പറയണേ, അതോടൊപ്പം തന്നെ ഈ സൂറത്തും പതിവാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരെയും വലിയ ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അസുഖങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാര് മുൻകൈ എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്താഴം, അതായത് രാത്രി ഭക്ഷണം പരമാവധി നേരത്തെയാക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ജീവിതത്തിൻ്റെ നമ്മുടെ വീട്ടിലെ സാഹചര്യം ഒരുപക്ഷെ ഒത്തു വന്നോളണമെന്നില്ല. 1-2 ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അത് സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. എന്താ? അത്താഴം രാത്രി ഭക്ഷണം നേരത്തെയാക്കുക.
പരമാവധി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ തന്നെ കഴിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഉസ്താദ് ഞങ്ങൾക്ക് ഒരുപാട് ഓതാനുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ദിക്റുകളുണ്ട്, ആയിക്കോട്ടെ. എങ്കിലും ഇശാ നിസ്കരിച്ച ഉടൻ തന്നെ ആ ഭക്ഷണം ഒന്ന് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ എന്താ ചെയ്യാറ്, രാത്രി 10 മണി 11 മണിയാകുമ്പോൾ ഉറങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഒരൊറ്റ കിടത്തമാണ്. അങ്ങനെ കിടക്കരുത്. അങ്ങനെ കിടന്നാൽ വലിയ പ്രയാസം നമ്മുടെ ശരീരത്തിനുണ്ടാകും, നമ്മുടെ മനസ്സിനും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, നബി തങ്ങളുടെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബിന് ശേഷം തന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, അല്പം ഭക്ഷണം മാത്രമായിരുന്നു കഴിക്കാറുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും കഴിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ വീട്ടിൽ പരിപാടി വന്നു, ഒരു മൗലിദ് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വീട്ടുകാരെ നമുക്ക് ചിലപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഒരു 9:30 10 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ആ വല്ലപ്പോഴും കഴിക്കുന്ന കാര്യമല്ല. ഇത് സ്ഥിരമായി ഇങ്ങനെ വൈകി കഴിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം. പണ്ടുള്ള കാലങ്ങൾക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇശാ ബാങ്ക് വിളിച്ച് ഉടൻ തന്നെ നമ്മുടെ വല്ലുപ്പമാരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ മഗ്രിബ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരില്ല. ഇശായും നിസ്കരിച്ച് ഉടൻ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ള വല്ലുമ്മ എന്ത് ചെയ്യും, കഞ്ഞിയും പയറും റെഡിയാക്കി വെക്കും. വന്ന ഉടൻ തന്നെ അവരത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉടൻ തന്നെ അവർ കിടക്കും. നേരത്തെ കിടക്കുമായിരുന്നു, അവർ തഹജ്ജുദിന് എഴുന്നേൽക്കുമായിരുന്നു. ഇന്ന് നേരെ എതിരാണ്. താമസിച്ച് കിടക്കും, നമ്മൾ താമസിച്ചേ എഴുന്നേൽക്കൂ, താമസിച്ച് കിടക്കുന്നു, താമസിച്ച് എഴുന്നേൽക്കുന്നു. പണ്ട് നേരത്തെ കിടക്കുന്നു, നേരത്തെ എഴുന്നേൽക്കുന്നു. ആ ഒരു സുന്നത്തൊക്കെ പോയി. ഇന്ന് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ എന്താ പരിപാടി, പുതിയ സീരിയലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ഷോകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവസാനം ഭക്ഷണം വൈകി കഴിക്കുന്നു, അവസാനം രോഗങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും നമ്മുടെ വീട്ടിൽ 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ആരൊക്കെയുണ്ട്? ഉസ്താദ്, എൻ്റെ വീട്ടിൽ 10 മണിക്ക് മുമ്പാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഉറപ്പുള്ളവർ നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുമോ? കമൻറ്റിലായിട്ടൊന്ന് എഴുതുമോ? 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നമുക്കറിയാമല്ലോ. ഒരുപാട് പേര് വൈകിയാണ് കഴിക്കുക. രാത്രി അതിങ്ങനെ വൈകി, എത്രമാത്രം വൈകാമോ. ഇന്നിപ്പോൾ തട്ടുകടകളും അതുപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ 12 മണി 1 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ചെല്ലുക, അതൊരു ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അതൊക്കെ വലിയ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ശാരീരികമായ മാനസികമായ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് ആ ഒരു ശീലം കൊണ്ടുപോകും. അതുകൊണ്ട് 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്ത്, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, വലിയ വിജയത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.